കൊക്കക്കോല കമ്പനിയുടെ ചെയർമാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വിഷൻ കൊക്കക്കോല സ്ട്രീറ്റിൽ ടാപ്പ് തുറന്നാൽ കോല വരണം. ഇയാളുടെ വിഷനാണ്. മാർക്കറ്റിംഗ് ടീം ഇതെന്ത് ചെയ്യുക, ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക? അങ്ങനെ ഇവർ തലമുകിഞ്ഞ് ആലോചിച്ചു. അവസാനമാണ് കൊക്കക്കോല ആ ഇൻവെൻഷൻ നടത്തുന്നത്, വെൻഡിങ് മെഷീൻ. നമ്മളീ കാണുന്ന സ്ട്രീറ്റിലും മോളിലൊക്കെ കാണുന്ന വെൻഡിങ് മെഷീൻസ് അങ്ങനെ വന്നതാണ്. അതിൻ്റെ റിസൾട്ടാണ്. പൈപ്പ് തുറന്നാൽ കോല വരില്ലെങ്കിലും അതേ എഫക്റ്റാണ്. സ്ട്രീറ്റിലെ എല്ലാ സ്ഥലത്തും, നമ്മുടെ ഇന്ത്യയിൽ അത് കുറവ്, പുറത്തു പോയ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഈ വെൻഡിങ് മെഷീൻ എവിടെയും കാണാം. വെൻഡിങ് മെഷീൻ ഇല്ലാത്ത ഈ സ്ട്രീറ്റുകളില്ല എന്നുള്ളതാണ്. കൊക്കക്കോലയും തുടങ്ങി, ഇപ്പോൾ അത് കൊക്കക്കോലയൊന്നുമല്ല, എല്ലാവരും കൂടി ഉപയോഗിച്ച് തുടങ്ങി. ഇതാണ് വിഷൻ. ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ബ്രേക്ക് ഡൗൺ ചെയ്തു, അതിന് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്തു, അവസാനം അത് റിസൾട്ടായി മാറി. ഇതാണ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ കൃത്യമാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ചില ഓർഗനൈസേഷനിൽ ടോപ്പ് ടു ബോട്ടം ഇറ്റ്സ് ഫൈൻ. കാരണം അതിലൊരു അതോറിറ്റി ഉള്ളതുകൊണ്ട് അവരങ്ങനെ അങ്ങോട്ട് വിടും. എഫക്റ്റീവ് ആകില്ലെന്ന് നോക്കിയില്ല, അത് വേറെ കാര്യം. പക്ഷേ ബോട്ടം ടു ടോപ്പ്, ഇവിടെ അങ്ങോട്ടുള്ള ഫീഡ്ബാക്ക്, അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രശ്നമായിരിക്കും. ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്താണ്, അത് ഇൻഡിവിജ്വലായിട്ട് എത്രത്തോളം, ഇൻ്റർപേഴ്സണലായിട്ട് എത്രത്തോളം കണക്റ്റഡ്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ എത്രത്തോളം എഫക്റ്റീവ്ലി കണക്റ്റഡ് ആണ്, ഇതൊന്നും ആരും ചെയ്യുന്നില്ല.